നമസ്കാരം. യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. സ്ട്രെങ്ത്, നൈൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, ലവേഴ്സ് ആൻഡ് കിങ് ഓഫ് സോൾസ്. റീഡിങ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൂൾ കാർഡാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് ഇതുവരെ ഉണ്ടായിരുന്ന പല ഒബ്സ്റ്റക്കിൾസും ഒക്കെ തരണം ചെയ്ത് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം ഒരു വശത്തേക്ക് മാറ്റിവെച്ച് ഒരു കൊച്ചുകുട്ടിയുടെ എനർജിയിൽ, നിങ്ങൾക്കറിയാലോ കൊച്ചുകുട്ടികൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പം ആ കൊച്ചുകുട്ടിയുടെ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു സ്ട്രക്കായി നിന്ന ഒരു അവസ്ഥയിലായിരുന്നിരിക്കാം. അതെല്ലാം മാറ്റി മുന്നോട്ട് പോകുന്നുള്ള എല്ലാ എനർജികളും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നു. ധൈര്യമായി മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ്, ഒരു കാർമിക് സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഡെത്തായി. ഇനി അങ്ങനെ ഒരു സംഭവങ്ങളില്ല. നിങ്ങളുടെ ടൈം നല്ല രീതിയിൽ ചേഞ്ച് ആവാൻ, ഒരു പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങളുടെ ടൈമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസ് എല്ലാം ക്ലിയറായി, കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം എൻഡായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഫുൾ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കാർമിക്കായിട്ടുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ കഴിഞ്ഞു. നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കിട്ടുകയാണ്. പുതിയൊരു ട്രാവലാണ്, പുതിയൊരു യാത്രയിലാണ് നിങ്ങൾ. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇമോഷൻസിനും നിങ്ങളെ ഇന്ന് കീഴടക്കാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൺട്രോൾഡായി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ വാക്കുകൾക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവർ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ട്, അല്ലെ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. എന്ത് പ്രോബ്ലം നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇന്ന് വളരെ സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഇന്നത്തെ ദിവസം അതെല്ലാം ചെയ്തു തീർക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെൻഷനെയൊക്കെ മറികടന്ന് അതിനെല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി വളരെ മനസമാധാനത്തോടെ, സന്തോഷത്തോടെ, വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻസ് മാച്ച് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നത്. ഓവറായിട്ട് സ്പെൻഡ് ചെയ്യരുത്. അതൊരു ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസം ഓവറായി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു പ്രോബ്ലത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം ഇന്നത്തെ ദിവസം. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ കുറേ നാളുകളായിട്ട് നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം. യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും തക്കതായ റിസൾട്ട്, ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു റിസൾട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ ഇന്ന് നിങ്ങൾ എല്ലാവരോടും വളരെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഡീലിങ്സിൽ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടായിരിക്കും നടത്തുന്ന ഒരു നീതിപൂർവമായ സമീപനമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് നിങ്ങൾ നൽകുന്നത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഒരു പ്രണയം കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രപ്പോസൽ വരുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒരു പ്രണയ അഭ്യർത്ഥന നടത്തുന്നതാകാം. ചില ആളുകൾക്ക് ഇത് പിണങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ഒന്നിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറടുത്ത് ഇന്ന് വളരെ കരുതലോടും സ്നേഹത്തോടും കൂടി പെരുമാറാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ പിണങ്ങിയിരുന്ന ആളുകളുടെ ഒരു റീജോയിൻ ആയിരിക്കാം ഇന്നത്തെ ദിവസം നടക്കുന്നത്. എന്തായാലും ഇന്നൊരു സ്നേഹത്തിൻ്റെ വളരെ ഊഷ്മളമായ ഒരു ദിവസമായിരിക്കും. കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വളരെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിജയിച്ചു കഴിഞ്ഞ ഒരു രാജാവിൻ്റെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാനും നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും ആ കഴിവിന് ഇന്ന് അംഗീകാരം കിട്ടാനും ഉള്ള ഒരു ചാൻസാണ് കാണുന്നത്. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഈ ഫുൾ പോസിറ്റീവ് എനർജിയിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോയെന്ന്. അതുപോലെ തന്നെ ഇതൊരു എനർജി ബേസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എനിക്കതിന് റെസ്പോൺസ് തന്നാലാണ് എനിക്കും അതിൻ്റെ എനർജിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്കെന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.